ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ താല്പര്യമായിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്, രജിസ്റ്റർ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, 2 ആഴ്ചൻ്റെ ഉള്ളിലായിട്ട് മാക്സിമം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. കാരണം ഓണത്തിൻ്റെ മുന്നായിട്ട് നമുക്ക് മേക്കിംഗ് പഠിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പം നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒരു ABCD അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വീഡിയോ ചെയ്യാമെന്ന് കരുതി. കാരണം നമ്മൾ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുമ്പം ഇതിപ്പോൾ മേക്കിംഗ് വീഡിയോ കാണുമ്പം നമുക്ക് മനസ്സിലാവില്ല എന്തെല്ലാം ഐറ്റംസാണ്, ഇതെന്തെല്ലാമാണ്, ഇതിൻ്റെ പേരുകൾ എന്താണ് എന്നൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ബുക്കോ പേപ്പറോ എന്തെങ്കിലും എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസിൻ്റെ പേര് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റും കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസും അത്യാവശ്യം എന്തെല്ലാം കാര്യത്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കേൾക്കാൻ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് പെൻഡൻറ്റുകളാണ്. പല ഷേപ്പിലും പല വെറൈറ്റിയിലും നമുക്ക് പെൻഡൻറ്റുകൾ കിട്ടും. ഞാനിവിടെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ചെയിനിന്, നെക്ലേസ്, അതുപോലെ ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ലുക്ക് തരുന്ന ടൈപ്പ് ബീഡ്സുകളാണ് കേട്ടത്. ഇതിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ സ്റ്റോൺ വർക്കും ചുറ്റിലായിട്ടും സ്റ്റോൺ വർക്കും ചെയ്തിട്ടുള്ള ടൈപ്പ് ബീഡ്സിന് ഈ ഒരു ടൈപ്പ് പെൻഡൻറ്റുകൾക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇത് പല സൈസിൽ വരുന്നുണ്ട്, അതുപോലെ പല ഹോളുകളുള്ളതുണ്ട്. ഇപ്പം നമ്മൾ കയ്യിലെടുത്തിട്ടുള്ളത് 3 ഹോളുള്ളതാണ് സെൻട്രൽ. അതുപോലെ ചിലത് 3 ഹോളുള്ളതും 2 ഹോളുള്ളതും ഒറ്റ ഹോളുള്ളതും അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരോ ഡിസൈൻ ചെയ്യാനുള്ള ടൈപ്പാണ്. ഇത് വരുന്നത് പ്ലെയിൻ ചെയിനുകളാണ്. ഈ ഒരു ചെയിൻ വെച്ചിട്ട് നമുക്ക് നെക്ലസുകൾ, പാദസരം, ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു ടൈപ്പ് ചെയിൻ വെച്ചിട്ട്. ചെയിനുകൾ തന്നെ പല ഡിസൈനിലുള്ള ചെയിനുകളും ഉണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പ് വേറെ ഒരു ഡിസൈനാണ് വരുന്നത്. ഇതിൽ ഗോൾഡും ഉണ്ട്, സിൽവറും ഉണ്ട്. ഇത് നമുക്ക് പാദസരം, ബ്രേസ്ലെറ്റും മാലയും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഐറ്റംസാണ്. ഇനി ഇത് വരുന്നത് സ്റ്റോപ്പറാണ്. ഇത് നമ്മൾ ബീഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോവാതിരിക്കാനും, അതുപോലെ ഈ ഗിയർ വയറിൻ്റെ അറ്റത്തൊക്കെ ഗിയർ വയർ ഇളകി പോവാതിരിക്കാനൊക്കെ പ്രസ് ചെയ്ത് വെക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് കുങ്കുരു വയറാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ ബീഡ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ ചെയിനിലൊക്കെ കുടുക്കി കൊടുക്കുന്നതിനുള്ളൊരു സംഭവമാണ്. ഇതൊക്കെ നമുക്ക് വഴിയെ വീഡിയോയിൽ കാണാം ഓരോ ഐറ്റംസും. ഇത് വരുന്നത് ഇയറിങ്സ് റിങ്ങാണ്. നമ്മൾ കമ്മലുണ്ടാക്കുന്ന ഒരു ടൈപ്പ് റിങ്ങാണ്. ഇത് പെൻഡൻറ്റുകളാണ്, ചെറിയ ടൈപ്പാണ്, ഇനാമൽ വരുന്ന. ഇത് നമുക്ക് ബ്രേസ്ലെറ്റുകളിലും ചുറ്റിലും കൊളുത്ത് അങ്ങനെ ആക്കിയിട്ടും, അതുപോലെ ചെറിയ ചെയിനുകൾ, ഡബിൾ ലെയർ ചെയിനുകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് പെൻഡൻറ്റാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഈ ഒരു ലോട്ടസ് ആയിട്ടുള്ള ഒരു പെൻഡൻറ്റാണ്. ഇത് 2 സൈഡിലും ഹോളുള്ള ടൈപ്പാണ്. ഇത് വെച്ച് നമുക്ക് നെക്ലസ്, അതുപോലെ ഓണം സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസും ബ്രേസ്ലെറ്റ്, അതുപോലെ പാദസരം ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതുപോലെ പെൻഡൻറ്റുകൾ ഒരുപാട് വെറൈറ്റികളായിട്ട് നമുക്ക് കിട്ടും, പല ടൈപ്പ്. ഇത് വരുന്നത് സൺഫ്ലവർ ഡിസൈനിൽ വരുന്ന ടൈപ്പാണ്. ഇനാമലിൽ വരുന്ന വേറെ കുറച്ചും കൂടി വലിയ ടൈപ്പ് ഫ്ലവറാണത് പെൻഡൻറ്റിന്. ഇത് നമ്മൾ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, ഒരു 3-4 കളേഴ്സ് ഇനി ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ പാദസരത്തിൻ്റെ മണികളാണ്. കിളിങ്ങാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് മണികളുണ്ടല്ലോ. പിന്നെ ഇതും ഒരു ടൈപ്പ് പെൻഡൻ്റാണ്. ഇത് നമുക്ക് ചെയിനിലും അതുപോലെ ഇയറിങ്സും ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അടുത്തത് വരുന്നത് മെമ്മറി വയറാണ്. ഇത് വെച്ച് നമുക്ക് ബീഡ്സുകൾ കോർത്തിട്ട് പല ടൈപ്പിൽ നമുക്ക് ചെയ്യാം. കരിമണി വെച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചുറ്റുവള പോലുള്ള ഒരു ടൈപ്പ് സംഭവമാണ്. അടുത്തത് വരുന്നത് സ്റ്റഡാണ്. നമ്മൾ ബീഡ്സുകൾ, കുന്തൻ സ്റ്റോണ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ പല ടൈപ്പ് സ്റ്റിക്ക് ചെയ്തിട്ടും കോർത്തിട്ടും ഒക്കെ ചെയ്യുന്ന ഇയറിങ്സിൻ്റെ ബാക്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഇയറിങ്സിൻ്റെ സ്റ്റഡാണ്. അടുത്ത് വരുന്നത് ഈ ഒരു ടൈപ്പ് ഫിഷ് ലോക്കാണ്. ഇത് നമുക്ക് ബ്രേസ്ലെറ്റും ചെയിനും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പാണ്.
ഇത് ഈ ഇയറിങ്സ് ഹുക്കാണ്. ഇത് നമുക്ക് 2 കളറിലും സിൽവർ കളറിലും നമുക്ക് ലഭ്യമാണ്. ഇത് വരുന്നത് നമ്മൾ സ്റ്റഡിന് താഴെ ആയിട്ടിടുന്ന ആ ഒരു ടൈപ്പ് വാഷറാണ്. ഇതിൻ്റെ താഴെ നമ്മൾ ഇടില്ല, സാധാരണ നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ റബ്ബർ ടൈപ്പ്. അടുത്തത് ഗിയർ വയറാണ്. നമ്മൾ ജ്വല്ലറി ഐറ്റംസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിയറാണിത്. നമ്മൾ സാധാരണ ടിയാര വർക്കൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഗിയർ വയറിനേക്കാളും വ്യത്യാസമുണ്ട് ഈ ഒരു ഗിയർ വയറിന്. ഇതിന് 2 കളറാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് പിരിച്ചെടുക്കാനും അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് മറ്റേ ഗിയർ വയർ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും. ഇത് നല്ല സ്മൂത്തായിട്ട് അങ്ങനെ കിടക്കും. ഈ ഒരു ടൈപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടിയാര വർക്കൊക്കെ ചെയ്യുന്ന അതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. ജ്വല്ലറി മേക്കിംഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിയർ വയറാണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നെ ഫിഷ് ലോക്ക് സിൽവർ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ ഗിയർ വയർ വെച്ചിട്ട് നമുക്ക് പെൻഡൻറ്റുകളൊക്കെ ബീഡ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റഡി ആയിട്ടിരിക്കാൻ ആ ഒരു കാര്യത്തിനൊക്കെ ആ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് വരുന്നത് 3mm ഗോൾഡൻ ബീഡ്സ് ആണ്. നമുക്ക് ജ്വല്ലറികളുടെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള, കരിമണീൻ്റെ ഒക്കെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ബീഡ്സ് ആണ്. ഇത് ഇലാസ്റ്റിക് ത്രെഡാണ്. നമുക്ക് ബ്രേസ്ലെറ്റ് ബീഡ്സ് വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള അങ്ങനെ ത്രെഡുകളാണ്. പിന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് 2.5mm ബീഡ്സുകൾ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കളർഫുള്ളായിരിക്കും. ഇത് നമുക്ക് വരുന്നത് ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള ഐറ്റംസാണ്. ഈ ഒരു ബീഡ്സ് വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് ഡ്രസ്സിന് കളർ മാച്ച് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ടൈപ്പ് ബീഡ്സ് വെച്ചിട്ട് കുറച്ച് ഐറ്റംസ് മാത്രം ബീഡ്സ് എന്താ പറയുക പെൻഡൻറ്റുകൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് പല വെറൈറ്റികൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഈ ഒരു ബീഡ്സ് വെച്ചിട്ട്. അടുത്തത് മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് ജംറിങ്. ഇത് നമ്മൾ ബീഡ്സുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മൾ ലോക്കുകൾ ക്ലോസ് ചെയ്യാൻ ഒക്കെ യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ്. ജംറിങ് എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം, നമ്മൾ ജ്വല്ലറികളിലൊക്കെ യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണിത്. നമ്മൾ ജ്വല്ലറി ഐറ്റംസിൽ മെയിൻ ആയിട്ടുള്ള ഒരു ടൂളാണ്. കട്ടിംഗ് പ്ലെയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു മെയിൻ ടൂൾ എന്ന് പറയുന്നത് പ്രസ്സിങ് പ്ലെയറാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റംസൊക്കെ അകത്തിയെടുക്കുന്നതും ക്ലോസ് ചെയ്യുന്നതും ചുറ്റിയെടുക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ടൂളാണിത് കേട്ടോ. അടുത്തത് വരുന്നത് ഐ പിന്ന്, അതുപോലെ തന്നെ ഹെഡ് പിന്നാണ്. ഈ സെൻറ്ററിൽ ഈ അറ്റത്തായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കിടക്കുന്നതാണ് ഹെഡ് പിന്ന്. ഇത് നമുക്ക് ഇയറിങ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചെയ്യാനുള്ളതാണ്. ഹെഡ് പിൻ എന്ന് പറയുന്നത് നമുക്ക് ജ്വല്ലറികളിൽ ചെയിനും ബ്രേസ്ലെറ്റും ഇയറിങ്സും എല്ലാം ചെയ്യാൻ, ജോയിൻറ്റ് ബീഡ്സുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് കാര്യത്തിന് യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഹെഡ് പിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 3 ഐറ്റംസേ ഉള്ളൂ. ഇനിയും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആയെങ്കിൽ ചെറിയൊരു കമൻറ്റും കൂടി ചെയ്യാം.